So that was a little bit of political advice. I apologize if it was out of place. അതാണ് എന്റെ രാഷ്ട്രീയ ഉപദേശം. അങ്ങനെ പറയുന്നതിൽ വല്ല അനിഷ്ടവും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. Once again, whenever I come here, it is an honor for me to come to Kerala, this great land, to come to see the people of Kerala. ഈ മഹത്തായ നാട്ടിൽ വരുന്നത്, കേരളത്തിൽ വരുന്നത്, ഇവിടുത്തെ സുന്ദരന്മാരായിട്ടുള്ള സൗന്ദര്യമുള്ള ജനങ്ങളെ കാണുന്നത്, നല്ല മനുഷ്യരെ കാണുന്നത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യമാണ്. I am looking at that picture over there. That picture there. ഞാൻ ഈ വേദിയുടെ ഒരു വശത്ത് വെച്ചിരിക്കുന്ന ഈ ചിത്രം സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. And I can see top quality leadership in that photograph. എനിക്ക് ഈ ഫോട്ടോയിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. Each person in that photograph is a formidable political leader. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ നേതാവും കേരളത്തെ സംബന്ധിച്ച് അവഗണിക്കാൻ കഴിയാത്ത ശക്തന്മാരായിട്ടുള്ള നേതാക്കളാണ്. And each one of them represents some part of Kerala society. കേരളീയ സമൂഹത്തിന്റെ ഏതെങ്കിലും സുപ്രധാനമായ ഒരു ഭാഗത്തെയാണ്, അതിന്റെ പ്രതിനിധി ഭവിക്കുകയാണ് ഇതിലെ ഓരോ നേതാവും ചെയ്യുന്നത്. So I want them to all work together to defeat the corrupt left front government. ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And to help give a fantastic future to the people of Kerala. കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള ഒരു ഭാവി സമ്മാനിക്കണമെന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. I said today earlier that I owe a debt to the people of Kerala. I owe debt to the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് വളരെ കടപ്പെട്ടവനാണ്. And I will never forget that debt. ഞാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങളോടുള്ള കടപ്പാട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. When I was being attacked mercilessly, ruthlessly by the BJP, by the RSS, Kerala embraced me. ബിജെപിയുടെയും RSSന്റെയും ക്രൂരമായ ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണങ്ങൾക്ക് ഞാൻ ഇരയാക്കപ്പെട്ടത് തീർച്ചയായും ഞാൻ. They say that you find out who your friends are in the most difficult time. ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അങ്ങനെ ആക്രമിക്കപ്പെട്ട സമയത്ത് കേരളത്തിലെ ജനങ്ങളാണ്, നിങ്ങളാണ് എന്റെ കൂടെ ഒരു മടിയും കൂടാതെ നിലയുറപ്പിക്കുകയുണ്ടായത്. In the most difficult time I found out that Kerala is my friend. വളരെ പ്രയാസമേറിയ ക്ലേശകരമായ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉറച്ചു നിലകൊള്ളുന്നത് മാത്രമാണ് എനിക്ക് കാണുവാൻ. Not just my friend but my protector also. My protector. Not just my friend but also my protector. മാത്രമല്ല, ഇതെന്റെ സംരക്ഷകരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അല്ലാത്തവരും എന്നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. So I am ready to do whatever the people of Kerala want to help build a good future for the people. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ സർവദാ സന്നദ്ധനാണ് എന്ന് ഞാൻ എന്റെ സഹോദരൻ. And I am forever a soldier of the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പടയാളിയാണ്, നിങ്ങളുടെ കർമ്മഭടനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. Thank you very much. നിങ്ങൾക്ക് എന്റെ നന്ദി. Namaskar. നന്ദി പ്രകാശനത്തിനായി UDFന്റെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് PK വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്കരനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ കഴിഞ്ഞ ഒരു മാസം കേരളത്തിലൂടെ ജൈത്രയാത്ര നടത്തിയ ശ്രീ VD സതീശൻ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഒരു സംഘ നൃത്തത്തിന്റെ ചുവടുവയ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. സദ്ഭരണത്തിന്റെ ശുഭപ്രതീക്ഷയുടെ കഴിഞ്ഞ ഒരു ദശകക്കാലമായി കേരളത്തെ